എൻ്റെ പേര് ബിനി. എൻ്റെ പേര് ബിനി. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ഒക്ടോബർ 30-നാണ്. ഞാൻ ഇവിടെ വരാൻ ഇടയായതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് 2019 ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മദ്യപാനവും ഉപദ്രവവും മൂലം ഞാൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് 2 വർഷം എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. 3-ാമത്തെ വർഷമായപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയി. എൻ്റെ മനസ്സിൽ ഒരുപാട് വേദനകളായി. ഞാൻ ദൈവത്തിനോട് മാതാവിനോടൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചു. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മമ്മി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മമ്മിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്ക് കൂടി എനിക്ക് മാതാവും ദൈവവും ഉള്ളായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ പപ്പയുടെ പെങ്ങൾ പറയുന്നത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്തതിൻ്റെ 2-ാം മാസം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറുകയും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനിടയാകുകയും ചെയ്തു. ഡിവോഴ്സ് ആവാൻ വേണ്ടി തന്നെ തീരുമാനിച്ചതാണ്. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചത്. ഞങ്ങൾക്ക് ഇന്നൊരു നല്ല ദാമ്പത്യ ജീവിതം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. 2-ാമത് സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ അനുജൻ്റെ ഭാര്യ ഗൾഫിൽ പോകാൻ, അവൾ നേഴ്സാണ്, അവൾക്ക് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അവൾക്ക് എക്സാം എഴുതിയാലേ അവൾക്ക് ഗൾഫിൽ പോകാൻ പറ്റുള്ളൂ എന്നായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്ക് എക്സാം വേണ്ട. അവൾ നേരത്തെ ജോലി ചെയ്തിരുന്നത് സൗദിയിലാണ്. അവിടേക്ക് തന്നെയാണ് പോകുന്നതെങ്കിൽ നിനക്ക് എക്സാം വേണ്ട എന്ന് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവൾ ഗൾഫിൽ വീണ്ടും നേഴ്സായി ജോലിക്കായിട്ട് പോയി. അവൾക്ക് ഗവൺമെൻറ് ജോലിയാണ് അവൾക്ക് കിട്ടിയത്. പിന്നെ എനിക്ക് ഒരാഴ്ചയായി യൂറിൻ ഇൻഫെക്ഷൻ വന്നു. എനിക്ക് ഇവിടുത്തെ വെഞ്ചരിച്ച ഉപ്പ് ഇട്ട വെള്ളം ഞാൻ കുടിച്ച് എൻ്റെ ആ യൂറിൻ ഇൻഫെക്ഷൻ എനിക്ക് മാറിക്കിട്ടി. ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ധ്യാനം ഞാൻ കേൾക്കും. അതുപോലെ എനിക്ക് മാതാവിനെ എനിക്ക് സ്വപ്നത്തിൽ കാണുവാൻ സാധിച്ചു. എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞാൻ ഉടനെ ഞാൻ ദൈവത്തോട് പറയും, അച്ഛൻ്റെ ധ്യാനം കേൾക്കാൻ, അച്ഛൻ്റെ ധ്യാനം താ, എനിക്ക് അതിനൊരു മറുപടി തരാൻ പറയും. അങ്ങനെ ഞാൻ ടോക്ക് കേൾക്കുമ്പോൾ എനിക്ക് സമാധാനത്തിന് ഒരു ഉത്തരവായിരിക്കും അച്ഛൻ്റെ ആ ടോക്കിലുള്ളത്. ഞാനിപ്പോൾ ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന പത്രം വിതരണം ചെയ്യുകയും എല്ലാ പ്രേക്ഷിത വേലകളെല്ലാം ഞാൻ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും കൂടുതൽ ദൈവത്തോട് അടുക്കുകയും ഞാൻ ചെയ്തു. പിന്നെ എനിക്ക് ഫിറ്റ്സിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. എൻ്റെ 11-ാമത്തെ വയസ്സിലാണ് എനിക്ക് ഫിറ്റ്സിൻ്റെ അസുഖം ഉണ്ടായിരുന്നത്. 2014 വരെ എൻ്റെ ഇളയ മോൻ്റെ ഡെലിവറി ടൈം വരെ എനിക്ക് ആ അസുഖം ഉണ്ടായിരുന്നു. ഇന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായി എനിക്ക് ഇന്ന് വരെ എനിക്ക് ആ അസുഖം വന്നിട്ടില്ല. ഒരു ടെൻഷനോ എനിക്ക് ഉറക്കമില്ലെങ്കിൽ എനിക്ക് ഉടനെ എനിക്ക് വരുന്ന ഒരു അസുഖമാണ് എനിക്ക് അപസ്മാരം. പക്ഷേ ഇന്ന് എനിക്ക് ആ അസുഖം എനിക്കിപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഇതിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ എനിക്ക് എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് ഇവിടുത്തെ അച്ഛൻ്റെ ധ്യാനം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നീലത്തിരി കത്തിച്ചാണ് ഞാൻ അച്ഛൻ്റെ ധ്യാനം കേൾക്കാറുള്ളത്. ഞാൻ എല്ലാവർക്കും അമ്മയുടെ മെഴുകുതിരിയിൽ അമ്മയുടെ രൂപം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് കത്തി തീർന്നത് എൻ്റെ മാതാവിൻ്റെ രൂപമാണ്. ഞാൻ എല്ലാവർക്കും അത് ഷെയർ ചെയ്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നിൻ്റെ കൂടെ മാതാവുണ്ട്, നിനക്ക് മാതാവ് നിന്നെ അനുഗ്രഹിക്കുന്നു. എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ മാതാവ് എന്നെ കാണിക്കുന്ന എല്ലാം യാഥാർത്ഥ്യമാവുന്നുണ്ട്. എൻ്റെ മാതാവ് ആകാശത്തു നിന്ന് ഉയർന്നു വരുന്നതും ആ ചുറ്റും മാലാഖമാരും ഒക്കെ ആയിട്ട് ഞാൻ 8 നോയമ്പ് എടുത്തിരുന്നു.
ആ 8 നോയമ്പ് തീരാറായ സമയത്ത് ഞാൻ ഒരു മാതാവിൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. ഞാൻ ആ പള്ളിയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. ആ പള്ളിയിൽ എനിക്ക് കയറി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് അതിൻ്റെ മേൽക്കൂര, പള്ളിയുടെ മേൽക്കൂരയിൽ നോക്കിയിട്ട് കാണിച്ചു തന്നു ചുറ്റും മാലാഖമാരുടെ രൂപങ്ങൾ. അപ്പോൾ നീ കണ്ട സ്വപ്നം ഇതാണ് എന്ന് എൻ്റെ ഹസ്ബൻഡ് പറയും. എല്ലാവർക്കും കൂടുതൽ വിശ്വാസമാവുകയും ചെയ്തു. ഞാൻ എൻ്റെ ഈ സ്വപ്നങ്ങളും എൻ്റെ മാതാവിൻ്റെ ആ രൂപങ്ങളൊക്കെ വരുന്ന കണ്ടപ്പോൾ ഇവിടെ വിശ്വാസമില്ലാത്തവർക്കും കൂടുതൽ വിശ്വാസമാവുകയാണ് ചെയ്തത്. പിന്നെ ഈ പറയുന്ന പത്രം ഇതൊക്കെ ഉള്ളയാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഞാൻ പറയും, ഇതെൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ്. മറ്റുള്ളവർക്ക് സാധാരണ ചിലപ്പോൾ എല്ലാവരും വിതരണം ചെയ്യുന്നത് ചുമ്മാ കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയായിരിക്കും. പക്ഷേ ഇതെൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങളായിട്ടാണ് ഞാൻ ഈ പത്രം വിതരണം ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പത്രം കൊടുക്കുന്നത് തന്നെ. എനിക്ക് ഇവിടുത്തെ പത്രം കൊണ്ടുവന്ന് ഓരോരുത്തർ വിതരണം ചെയ്തിട്ട് ഈ ആൾക്കാർ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇപ്പോൾ കളയാറുണ്ട്. അത് എനിക്ക് എവിടെയെങ്കിലും ഒരു പത്രം ഞാൻ കാണുമ്പോൾ അത് എവിടെയെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആലോചന. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന് റോഡിലോട്ട് നോക്കിയപ്പോൾ അവിടെ ആരോ കൊണ്ടുവന്നിട്ടിരിക്കും. ഞാനത് എടുത്ത് അതിലെ സാക്ഷ്യം മുഴുവനും വായിച്ച് ഞാനത് ആർക്കെങ്കിലും അത് വിതരണം ചെയ്യും. അതുപോലെ വെട്ടുകാട് പള്ളിയിലെ ഇപ്പോൾ തിരുനാളാണിപ്പോൾ, അവിടെ പത്രം കൊണ്ടുവന്ന് വിതരണം ചെയ്ത് കുറേ ആൾക്കാർ അവിടെ ഇട്ടിട്ട് പോയി. അത് ഞാൻ എടുത്ത് അതിലെ സാക്ഷ്യങ്ങൾ വായിച്ച് ഞാൻ അവിടെയുള്ള ആൾക്കാർക്ക്, വിശ്വാസമുള്ള ആൾക്കാർക്ക് ഞാനത് വിതരണം ചെയ്തു. പിന്നെ എന്നാൽ കഴിയുന്ന പ്രേക്ഷിത വേലകളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഈ വിശ്വാസമില്ലാത്തവർക്ക് കൂടുതൽ വിശ്വാസം ഞാൻ പറഞ്ഞു കൊടുത്ത് ഇവിടെ പോയി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ആ മാതാവ് അതിനുള്ള ഉത്തരവ് എല്ലാം നൽകും, നിങ്ങൾക്ക് അസുഖങ്ങൾ സൗഖ്യം പ്രാപിക്കും. പരീക്ഷയ്ക്കാണെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നാൽ മതി, നിങ്ങൾക്ക് അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് മാതാവ് നൽകുമെന്ന് ഞാൻ എല്ലാവരോടും പറയും. ഞാൻ എല്ലാവരും അറിയിക്കാൻ നോക്കും. എല്ലാവരും ഞാൻ യൂട്യൂബിലായാലും അങ്ങനെയൊക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് എല്ലാവരോടും. അങ്ങനെയൊക്കെയാണ് കൂടുതലും ഞാൻ പ്രേക്ഷിത വേല ചെയ്യുന്നത്. ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ ഒന്നും മുടക്കിയിട്ടില്ല, പ്രാർത്ഥന മുടക്കാറില്ല. ഞാൻ ജപമാല ചൊല്ലും, അച്ഛൻ്റെ ധ്യാനം കേൾക്കും. എനിക്ക് എൻ്റെ അമ്മ ഒരുപാട് അനുഗ്രഹങ്ങളാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ സാക്ഷ്യം പറയാൻ ഒരുപാട് വൈകി. ഞാൻ ഉടമ്പടി ഒന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ അടുത്തത് എഴുതിയപ്പോൾ എനിക്ക് കുറേ കാലതാമസം വരുന്നുണ്ട്. അത് എന്താണ് എന്ന് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് പറയുന്നുണ്ട്, നീ പോയി സാക്ഷ്യം പറ, ഈ ആദ്യത്തെ ഉടമ്പടിയിൽ നിനക്ക് കിട്ടിയ സാക്ഷ്യം നീ പോയി പറ. അത് കഴിഞ്ഞിട്ട് നിനക്ക് ഈ രണ്ടാമത്തെ നീ പുതുക്കിയ ഉടമ്പടിയിലെ കാര്യങ്ങൾ നിനക്ക് സാധിച്ചു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ പുതുക്കിയ ഉടമ്പടിയിലെ കാര്യങ്ങൾ എൻ്റെ മാതാവ് എത്രയും വേഗം തന്നെ എനിക്ക് സാധിച്ചു തരികയും അതുമായിട്ട് അതിൻ്റെ സാക്ഷ്യം പറയാൻ ഞാൻ വീണ്ടും ഈ ആൾത്താരെ വരികയും ചെയ്യും, എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും എൻ്റെ മാതാവ്. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം തിരുവചനമാണ്. എങ്ങനെയാണ് തൻ്റെ ജീവിത സാഹചര്യങ്ങൾ തന്നെ ഇവിടെ എത്തിച്ചത്? 3 വർഷമായി ഹസ്ബൻഡുമായിട്ട് അകന്ന് കഴിയുന്ന ഒരു ജീവിതം, കുഞ്ഞുങ്ങളുമായിട്ട് സ്വന്തം വീട്ടിൽ ഹസ്ബൻഡിൻ്റെ മദ്യപാനവും ഉപദ്രവവും മൂലം ഈ മകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ വീട്ടിലേക്ക് പോരുന്നു. കോടതിയിൽ കേസായി ഡിവോഴ്സിനുള്ള എല്ലാ സാഹചര്യങ്ങളും അതാണ് ഇനി തങ്ങൾക്ക് മുമ്പിലുള്ളത്. അങ്ങനെയുള്ള അവസരത്തിൽ ഉടമ്പടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ് ആദ്യം, പിന്നീടാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് ഹസ്ബൻഡിൻ്റെ മദ്യപാനം പൂർണ്ണമായും മാറുന്നു. ആ മകൻ ഏകദേശം 20 വർഷത്തോളമുള്ള മദ്യപാനം പൂർണ്ണമായും മാറുകയും ഇവരുടെ കുടുംബജീവിതം ഇവർക്ക് തിരിച്ചു പിടിക്കുവാൻ സാധിച്ചു. ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ഒരുമിച്ച് പോകുന്നു, മക്കളുമായി ഒരുമിച്ച് പോകുന്നു എന്നുള്ളതാണ്. ഉടമ്പടി നമ്മെ ഒരുമിപ്പിക്കുകയാണ്, ഒരുമിപ്പിക്കേണ്ടതിനാണ്. അല്ലാതെ ഡിവോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല ഉടമ്പടി എടുക്കേണ്ടത്. ദാമ്പത്യ ബന്ധം ഒന്നും കൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഉടമ്പടി എടുത്ത്
വിവാഹ ജീവിതത്തിലൊക്കെ ഒത്തിരിയേറെ മക്കൾ അങ്ങനെ വന്നിട്ടുള്ളവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോഴാരും നിരാശരാകേണ്ട. നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. വേസ്റ്റ് ബക്കറ്റിൽ അതുപോലെ റോട്ടിൽ ഒക്കെ കിടക്കുന്ന കൃപാസന പത്രം ഈ മകള് സ്വന്തം നെഞ്ചോട് ചേർത്ത് വെച്ച് വീണ്ടും അത് വായിച്ച് അനുഭവിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. പള്ളികളിൽ നിന്നൊക്കെ എല്ലാവരും ഉപേക്ഷിച്ചു പോകുന്ന കൃപാസന പത്രം അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഇതിനൊക്കെ ഒരു വില കൊടുക്കുന്നുണ്ട് ഈ മകള്. അങ്ങനെ ആ വിലയാണ് തമ്പുരാൻ്റെ മുൻപിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലമായിട്ട്, നമുക്ക് പിന്നീട് കൃപകളായിട്ട് ലഭിക്കുക. വില കൊടുക്കാതെ നമുക്ക് പ്രതിഫലം വാങ്ങാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. അതായത് തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവിനോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് നാം സ്റ്റാറ്റസ് ഡിപ്രമോഷനാണ് കൃപാസന പത്രം കൊടുക്കുമ്പോൾ. നമ്മുടെ സ്റ്റാറ്റസിൽ നിന്ന് നാം താഴേക്ക് ഇറങ്ങുക. നാം പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരായിരിക്കാം, ഉദ്യോഗസ്ഥരായിരിക്കാം. പക്ഷേ അതൊന്നും കൃപാസന പത്രം കൊടുക്കുന്നതിൽ നിന്ന് നമ്മെ മുടക്കരുത്. അങ്ങനെ കൃപാസന പത്രം കൊടുത്തുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് പിന്നീട് കിട്ടുന്ന കൃപകൾ 6ാം ക്ലാസ് മുതൽ, അതായത് 11 വയസ്സുള്ളപ്പോൾ മുതലുണ്ടായിരുന്ന ഫിറ്റ്സ്, അപസ്മാരത്തിൻ്റെ അസുഖം, അത് പരിപൂർണമായി സൗഖ്യമാകുന്നു. ഇപ്പോഴതില്ല എന്നാണ് നാം കേട്ടത്. മെഡിസിനൊക്കെ ഒത്തിരി കഴിച്ചിട്ടുള്ളതാണ്. അതുപോലെ വീണ്ടും തനിക്ക് യൂറിനറി ഇൻഫെക്ഷനിൽ നിന്നുള്ള അതിൽ നിന്ന് സൗഖ്യം കിട്ടുന്നു. തൻ്റെ സഹോദരി ഗൾഫിൽ പോയി നല്ലൊരു ജോലി സമ്പാദിക്കാനായിട്ട്, ഇതെല്ലാം ഈ മകളുടെ നിയോഗത്തിൽ പെട്ടതായിരുന്നു. ഇന്ന് ഈശോയെയും അമ്മയെയും കൂടുതൽ സ്നേഹിക്കുവാനും മാർത്തോമ സമുദായത്തിൽ നിന്ന്, സഭയിൽ നിന്ന് വന്ന് സാക്ഷ്യം പറയുന്ന മകളാണ്. അപ്പോൾ അവർക്ക് ജപമാലയൊന്നും ഇല്ല. എന്നാൽ ജപമാല പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധ അമ്മയോട് കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ഈശോയോട് കൂടുതൽ അടുക്കുവാനൊക്കെ ഈ മകൾ കാണിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എല്ലാവരും ചെയ്യുന്നത് പോലെ നാം ചെയ്താൽ മതിയോ? അതാണോ ഉടമ്പടി എടുത്ത നാം ഓരോരുത്തരും ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു പടി കൂടി കൂടുതലാണ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ആ ഒരു പടിയാണ് ഉടമ്പടി എടുത്ത മക്കൾ തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ കൃപകളായി അവരുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുക. കുടുംബം ഒന്നാകെ പിടിച്ചു നിർത്തുന്ന ഒരു അനുഭവ സാക്ഷ്യം. കുടുംബത്തിൽ അകന്നുപോയ വിവാഹ ബന്ധം, ദാമ്പത്യ ബന്ധം ഒരുമിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.